ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ചാപ്റ്റർ 10 വണ്ടേഴ്സ് ഇൻ ദി സ്കൈ ആൻഡ് സ്പ്ലെൻഡേഴ്സ് ഓൺ ദി എർത്ത് അതിലെ പാർട്ട് 2 ആണ്. അപ്പോൾ നമ്മൾ പാർട്ട് 1 എന്താണ് സോളാർ സിസ്റ്റം എന്ന് പഠിച്ചു, അതുപോലെ തന്നെ മിൽക്കി വേ എന്താണെന്ന് പഠിച്ചു, ഗാലക്സി, യൂണിവേഴ്സ് ഇതൊക്കെ പഠിച്ചു. ഇനി നമ്മൾ സോളാർ സിസ്റ്റത്തിൽ തന്നെ ഓരോന്നും നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് മെറ്റിയേഴ്സ്. മെറ്റിയേഴ്സ് ആർ പീസസ് ഓഫ് റോക്ക് that enter the Earth's atmosphere at a high speed from asteroid and the like. എന്താണ് നോക്കിയേ, മെറ്റിയേഴ്സ് ആർ പീസസ് ഓഫ് റോക്ക്. അത് മെറ്റിയേഴ്സ് എന്ന് പറയുന്നത് ശിലാകഷ്ണങ്ങളാണ്. അത് എവിടെ നിന്ന് വരുന്നതെന്ന് നോക്കിയേ, ദാറ്റ് എൻ്റർ ദ എർത്ത് അറ്റ്മോസ്ഫിയർ, അതായത് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്നു. അറ്റ് എ ഹൈ സ്പീഡ് ഫ്രം ആസ്ട്രോയിഡ് ആൻഡ് ദി ലൈക്ക്, അതായത് ക്ഷുദ്രഗ്രഹങ്ങളിൽ നിന്നും മറ്റും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് വളരെ സ്പീഡിൽ പ്രവേശിക്കുന്ന ശിലാകഷ്ണങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഉൽക്കകളെന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് ശിലാകഷ്ണങ്ങളാണ്, അല്ലെങ്കിൽ എർത്തിലേക്ക് പ്രവേശിക്കുന്ന റോക്കിൻ്റെ പീസസ് ആണെന്ന് ഓർക്കുക. അറ്റ് നൈറ്റ് ദേ ആർ സീൻ ആസ് ഫാസ്റ്റ് മൂവിങ് സ്പാർക്സ് ഇൻ ദി സ്കൈ, അതായത് രാത്രി സമയങ്ങളിൽ അത് ഭയങ്കര സ്പീഡിൽ സഞ്ചരിക്കുന്ന തീപ്പൊരികളായിട്ടാണ് നമുക്ക് ആകാശത്ത് കാണാൻ പറ്റുന്നത്. ദേ ബേൺ ഔട്ട് ഇൻ എ ഫ്യൂ സെക്കൻഡ്സ്, ഒത്തിരി നേരമൊന്നും നമുക്ക് അത് കാണാൻ പറ്റില്ല, ഏതാനും സെക്കൻഡുകൾ കൊണ്ട് അത് എരിഞ്ഞ് കത്തിത്തീരുകയും ചെയ്യും. ദേ ആർ ലോക്കലി കോൾഡ് കൊള്ളിമീൻ. അപ്പം നമ്മളെ കാരണവന്മാരൊക്കെ കൊള്ളിമീൻ, മക്കളെ കൊള്ളിമീൻ കാണാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഇതുപോലെ കൊള്ളിമീൻ കാണാനായിട്ട് നമ്മൾ പാടത്ത് പോയിട്ടുണ്ട്. ആ സമയത്ത് കൊള്ളിമീൻ പിന്നെ നമുക്ക് ന്യൂസിലൊക്കെ അറിയുമല്ലോ. അപ്പോൾ നമ്മൾ കൊള്ളിമീൻ കാണാനായിട്ട് നാട്ടുകാരെല്ലാവരും കൂടി പാടത്ത് പോയി നിന്ന് അത് കാണും. അത് നമുക്ക് വളരെ കൗതുകത്തോടു കൂടിയാണ് ഞങ്ങൾ അന്ന് നോക്കിയിരുന്നത്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇത് എന്താണെന്ന് നമുക്കറിയില്ല. ഉൽക്കയാണെന്നറിയാം, പക്ഷേ മറ്റു ഡീറ്റെയിൽസൊന്നും അറിയില്ല. അപ്പോൾ ഈ മെറ്റിയേഴ്സ് എന്ന് പറയുന്നത് റോക്കിൻ്റെ പീസസ് ആണ്. അത് എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിലേക്ക് വളരെ സ്പീഡിലാണ് എത്തുന്നത്. അത് ശിലാകഷ്ണങ്ങളാണെന്ന് ഓർക്കുക. ഇതിനാണ് നമ്മൾ ഉൽക്കകളെന്ന് പറയുന്നത്. ശരിക്കും രാത്രി സമയങ്ങളിലാണ് ഇത് അതിവേഗം സഞ്ചരിക്കുന്ന തീപ്പൊരികളായിട്ട് നമ്മളൊക്കെ ആകാശത്ത് കാണാൻ പറ്റും. ആകാശത്ത് രാത്രി കാലങ്ങളിലാണ് കൂടുതലും നമുക്ക് എന്ത് കാണുന്നത്, ആകാശത്തുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നതും രാത്രിയാണ്. കാരണം പകൽ ആരുണ്ട്, സണ്ണുള്ളതുകൊണ്ട് മറ്റ് കാര്യങ്ങളൊന്നും നമുക്ക് ആകാശത്ത് കാണാൻ പറ്റില്ല. അപ്പോൾ ഏതാനും സെക്കൻഡുകൾ മാത്രമേ ഇതുണ്ടാവുള്ളൂ, അതിനുള്ളിൽ കത്തിത്തീരുമെന്ന് പറഞ്ഞു. പ്രാദേശികമായിട്ട് നമ്മളതിനെ കൊള്ളിമീൻ എന്ന് വിളിക്കുമെന്നും പറഞ്ഞു. ഇനി അടുത്ത് നോക്കുക, എന്താണ് സാറ്റലൈറ്റ്സ്. സാറ്റലൈറ്റ്സ് ആർ സെലസ്റ്റിയൽ ബോഡീസ് ദാറ്റ് ഓർബിറ്റ് അറൗണ്ട് ദ പ്ലാനറ്റ്സ് ഇൻ ഫിക്സഡ് ഓർബിറ്റ്സ്. നോക്കിക്കേ, ഈ സാറ്റലൈറ്റ്സ് ആർ സെലസ്റ്റിയൽ ബോഡീസ്. എന്താണ് സെലസ്റ്റിയൽ ബോഡീസ്? ആകാശഗോളങ്ങളാണ് ഈ സാറ്റലൈറ്റ്സ് എന്ന് പറഞ്ഞത്. ദാറ്റ് ഓർബിറ്റ് അറൗണ്ട് ദ പ്ലാനറ്റ്സ് ഇൻ ഫിക്സഡ് ഓർബിറ്റ്സ്. എന്താണെന്ന് നോക്കിയേ, ഗ്രഹങ്ങൾക്ക് ചുറ്റും ഒരു നിശ്ചിത സഞ്ചാരപാതയിലൂടെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന ആകാശഗോളങ്ങളെയാണ് നമ്മൾ ഉപഗ്രഹങ്ങളെന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ എർത്തിൻ്റെ സാറ്റലൈറ്റാണ് ആര്, മൂൺ അല്ലേ. എർത്തിൻ്റെ സാറ്റലൈറ്റ് ആരാണ്, മൂണാണ്. ദ മൂൺ ഈസ് ദ ഓൺലി സാറ്റലൈറ്റ് ഓഫ് ദി എർത്ത്. ഭൂമിയുടെ ഒരേ ഒരു ഉപഗ്രഹമാണ് ആര്, ചന്ദ്രൻ. ഇപ്പോൾ നോക്കൂ, എന്താണ് സാറ്റലൈറ്റ് എന്ന് പറയുന്നത്? സാറ്റലൈറ്റ്സ് ആർ സെലസ്റ്റിയൽ ബോഡീസ്, ആകാശഗോളങ്ങളാണ്. ദാറ്റ് ഓർബിറ്റ് അറൗണ്ട് ദ പ്ലാനറ്റ്സ് ഇൻ ഫിക്സഡ് ഓർബിറ്റ്. അതായത് ഈ ഗ്രഹങ്ങൾക്ക് ചുറ്റും, അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എർത്തിന് ചുറ്റും ഒരു നിശ്ചിത സഞ്ചാരപാതയിലൂടെ, അതിനൊരു പ്രത്യേക ഓർബിറ്റ് ഉണ്ടാവും. അപ്പോൾ അതിലൂടെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന ആകാശഗോളങ്ങളാണ് എന്ത്, ഉപഗ്രഹങ്ങളെന്ന് പറയുന്നത്. ഇനി നോക്കൂ, എന്താണ് സൈഡ്രിയൽ മന്ത്. അപ്പോൾ നമ്മൾ ആരെയൊക്കെ കാണുന്നുണ്ട്, മൂണിനെയും കാണുന്നുണ്ട്, എർത്തിനെയും കാണുന്നുണ്ട്. എന്താ പറയുന്നത്, ദ മൂൺ ടേക്സ് എബൌട്ട് 27.3 days ടു ഓർബിറ്റ് ദ എർത്ത് വൺസ്. അതായത് ചന്ദ്രന്, മൂണിന് എർത്തിനെ ഒരു തവണ വലം വയ്ക്കാൻ ഏകദേശം 27.3 ദിവസം വേണ്ടി വരുന്നു. അതായത് നമുക്കറിയാം
ഭൂമിക്ക് സ്വയം കറങ്ങുന്നതിന് വേണ്ടി, റൊട്ടേറ്റ് ചെയ്യുന്നതിന് വേണ്ടി എത്ര ടൈം ആവശ്യമാണ്? 24 hours ആവശ്യമാണ്, ഒരു ദിവസം, 1 day അല്ലേ? അങ്ങനെയാണെങ്കിൽ ഭൂമിക്ക് സൂര്യനെ ചുറ്റുന്നതിന് എത്ര ടൈം ആവശ്യമാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് റൊട്ടേഷൻ എവല്യൂഷനൊക്കെ. എത്ര ടൈം ആവശ്യമാണ്? 365 കാൽ ഡേയ്സ് ആവശ്യമാണ്. ഇനി മൂണിന് ഭൂമിയെ ചുറ്റുന്നതിന് എത്ര ടൈം ആവശ്യമാണ്? 27.3 ഡേയ്സ് ആവശ്യമാണ്. ദിസ് ഈസ് കോൾഡ് എ സൈഡ്രിയൽ മന്ത്. ഇതിനെയാണ് ഒരു നക്ഷത്രമാസം എന്ന് വിളിക്കുന്നത്. അപ്പോൾ സൈഡ്രിയൽ മന്ത് എന്ന് പറഞ്ഞാൽ നക്ഷത്രമാസമാണെന്ന് ഓർക്കുക. ദെൻ ഒബ്സർവ് ദ ഓർബിറ്റ്സ് ഓഫ് ദി പ്ലാനറ്റ്സ് ഓഫ് ദി സോളാർ സിസ്റ്റം. അതായത് നമ്മളോട് ഈ സോളാർ സിസ്റ്റത്തിൻ്റെ ചിത്രത്തിൽ എങ്ങനെയാണ് ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത്, അതിൻ്റെ സഞ്ചാരപാത നോക്കാനാണ് പറയുന്നത്. ദ ഓർബിറ്റ് ഈസ് ദ പാത്ത് ഓഫ് സെലസ്റ്റിയൽ ബോഡീസ് എറൗണ്ട് ദി സൺ. നോക്കിക്കേ, സൂര്യനെ ചുറ്റിയുള്ള ഈ ആകാശഗോളങ്ങളുടെ സഞ്ചാരപാതയാണ് അവരുടെ ഓർബിറ്റ് അഥവാ ഭ്രമണപഥം എന്ന് പറയുന്നത്. അപ്പോൾ റൗണ്ട് പോലെ കാണുന്നില്ല ഒരു വളയം, അപ്പോൾ അതാണ് ഓർബിറ്റ്. ദ ഓർബിറ്റ് ഈസ് ദ പാത്ത് ഓഫ് സെലസ്റ്റിയൽ ബോഡീസ്. അപ്പോൾ ഓരോ ആകാശഗോളങ്ങളുടെയും പാത്താണത്. എറൗണ്ട് ദ സൺ, ആരിന് ചുറ്റും? സൂര്യന് ചുറ്റുമുള്ള ആകാശഗോളങ്ങളുടെ സഞ്ചാരപാതയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓർബിറ്റ് എന്ന് വിളിക്കുന്നത്. അടുത്ത നോക്കുക, പ്ലാനറ്റ്സ് റിവോൾവ് എറൗണ്ട് ദ സൺ ഓൺ എലിപ്റ്റിക്കൽ ഓർബിറ്റ്സ്. അതായത് ദീർഘവൃത്താകൃതിയിലുള്ള, ശരിക്കും റൗണ്ടല്ല എന്നാൽ കുറച്ച് ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലൂടെയാണ് ഗ്രഹങ്ങൾ സൂര്യനെ വലം വയ്ക്കുന്നത്. റൗണ്ടാണ്, പക്ഷേ ദീർഘവൃത്താകൃതിയായിരിക്കുമെന്ന് ഓർക്കുക. അതിന് തൊട്ടടുത്തടുത്തായിട്ടല്ല വലം വയ്ക്കുന്നത്, കുറച്ച് സ്പേസ് ഉണ്ടെന്ന് നോക്കുക. ഇറ്റ് ഈസ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ ദ പ്ലാനറ്റ്സ് ആൻഡ് ദ സൺ ദറ്റ് ഹെൽപ്സ് ദ പ്ലാനറ്റ്സ് മൂവ് അലോങ് ദെയർ ഫിക്സഡ് ഓർബിറ്റ്സ്. നോക്കിക്കേ, ഗ്രഹങ്ങളെ അവയുടെ നിശ്ചിത ഭ്രമണപഥത്തിൽ കൂടി സഞ്ചരിക്കുവാൻ സഹായിക്കുന്നത് ഗ്രഹങ്ങളും സൂര്യനും തമ്മിലുള്ള ആകർഷണ ബലമാണ്. അപ്പോൾ നോക്കിക്കേ, ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട് ആർക്കിടയിൽ? ഈ പ്ലാനറ്റ്സിനും അതുപോലെ തന്നെ സൂര്യനും ഇടയിൽ എന്തുണ്ടെന്ന് പറഞ്ഞു? അവർക്ക് ഒരു ആകർഷണ ബലമുണ്ട്. അപ്പോൾ ഈ ആകർഷണ ബലം എന്തിനു സഹായിക്കും? വിച്ച് ഹെൽപ്സ് ദ പ്ലാനറ്റ്സ് മൂവ് എലോങ് ദെയർ ഫിക്സഡ് ഓർബിറ്റ്സ്. അതായത് അവരവർക്ക് അവരുടെ നിശ്ചിത ഭ്രമണപഥത്തിൽ കൂടി സുഗമമായി സഞ്ചരിക്കാനുള്ള സഹായിക്കുന്നത് ഈ സൂര്യൻ്റെയും ഈ ഗ്രഹങ്ങളുടെയും ഇടയിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. അടുത്തത്, ഓൾ ദി പ്ലാനറ്റ്സ് റൊട്ടേറ്റ് ഓൺ ദെയർ ഇമാജിനറി ആക്സിസ് വൈൽ ഓർബിറ്റിംഗ് ദി സൺ. അതായത് സൂര്യനെ വലം വയ്ക്കുന്നതോടൊപ്പം ഗ്രഹങ്ങളെല്ലാം അവയുടെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുകയാണ്. അപ്പോൾ അച്ചുതണ്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊരു സാങ്കല്പികമായ അച്ചുതണ്ടാണ്. അപ്പോൾ അതിനുള്ളിലൂടെ ഗ്രഹങ്ങളെല്ലാം സ്വയം കറങ്ങുന്നു എന്ന് വിശ്വസിക്കുന്നു. ആർക്ക് ചുറ്റുമാണ് ഗ്രഹങ്ങൾ കറങ്ങുന്നത്? സൂര്യന് ചുറ്റും. ഗ്രഹങ്ങളെല്ലാം സ്വയം കറങ്ങുന്നുണ്ട്, സ്വയം ഭ്രമണം നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആരെ പ്രദക്ഷിണം ചെയ്യുന്നുണ്ട്? സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്നുമുണ്ട്. നെക്സ്റ്റ് പേജ് നമ്പർ 166 എടുക്കുക. അവർ എർത്ത്. റീഡ് വാട്ട് ആസ്ട്രോണറ്റ് സുനിത വില്യംസ് ഹാഡ് ടു സേ അബൌട്ട് ദി എർത്ത്. അപ്പോൾ ബഹിരാകാശ സഞ്ചാരിയായ സുനിത വില്യംസ് ഭൂമിയെക്കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് നോക്കാൻ. ദ എർത്ത് ലുക്ക് വെരി ബ്യൂട്ടിഫുൾ ആൻഡ് വണ്ടർഫുൾ. അതായത് ഭൂമി ഏറെ മനോഹരവും ആശ്ചര്യജനകവും നമ്മൾ അത്ഭുതകരവുമാക്കുന്ന ഒന്നാണ്. വി കുഡ് വാച്ച് ഇറ്റ് ഫോർ അവേഴ്സ് ത്രൂ ദ വിൻഡോ ഓഫ് ദി സ്പേസ് സ്റ്റേഷൻ. അതായത് ബഹിരാകാശ നിലയത്തിൻ്റെ ജനാലയിലൂടെ ഞങ്ങൾ മണിക്കൂറുകളോളം അത് നോക്കിക്കാണാൻ കഴിഞ്ഞു. വി കുഡ് സീ ദ സ്ഫെറിക്കൽ ഷേപ്പ് ഓഫ് ദി എർത്ത്. അതായത് ഭൂമിയുടെ ഗോളാകൃതി ഞങ്ങൾക്ക് വ്യക്തമായി കാണാൻ കഴിഞ്ഞു എന്നാണ് ആര് പറഞ്ഞത്? സുനിത വില്യംസ് പറഞ്ഞിരിക്കുന്നത്. ഇനി എന്താണ് സ്പേസ് എന്ന് നോക്കി. സ്പേസ് ഈസ് ദ ഏരിയ ബിയോണ്ട് ദ ലിമിറ്റ്സ് ഓഫ് ദി അറ്റ്മോസ്ഫിയർ ഔട്ട്സൈഡ് എ സെലസ്റ്റിയൽ ബോഡി. അതായത് ഒരു ഗോളത്തിൻ്റെ
അന്തരീക്ഷം, അതായത് ഭൂമി അല്ലെങ്കിൽ എർത്ത് എന്ന ഗോളം, ആ ഗോളത്തിൻ്റെ അന്തരീക്ഷത്തിൻ്റെ പരിധിക്ക് അപ്പുറമുള്ള മേഖലയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബഹിരാകാശം എന്ന് വിളിക്കുന്നത്. അപ്പോൾ എർത്തുമായിട്ട് വിട്ട് നിൽക്കുന്ന കുറേ ഉയരത്തിലേക്കുള്ള ഏരിയ നമ്മൾ എന്ത് വിളിക്കും? ബഹിരാകാശം എന്ന് വിളിക്കും. പിന്നെ എന്താണ്? എക്സ്പേർട്സ് ആർ സെൻഡ് ടു ദ സ്പേസ് ഫ്രം ഡിഫറെൻറ്റ് കൺട്രീസ് ഫോർ എക്സ്പെഡിഷൻ ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ. അപ്പോൾ പല രാജ്യങ്ങളിൽ നിന്നും അല്ലേ വ്യത്യസ്തമായിട്ടുള്ള പഠനങ്ങൾക്ക് വേണ്ടിയും അതുപോലെ ഗവേഷണങ്ങൾക്ക് വേണ്ടിയും പര്യവേഷണത്തിന് വേണ്ടിയൊക്കെ ബഹിരാകാശത്തേക്ക് വിദഗ്ധരെ അയക്കാറുണ്ട്. അപ്പോൾ സ്പേസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സെലസ്റ്റിയൽ ബോഡി, ആകാശഗോളത്തിൻ്റെ പരിധിക്കപ്പുറത്തുള്ള അന്തരീക്ഷമുണ്ടല്ലോ, ആ അന്തരീക്ഷത്തിൻ്റെ മേഖലയാണ് എന്ത് പറയുന്നത്? ബഹിരാകാശമെന്ന് പറയുന്നത്. Then the earth is the only planet in the solar system where life exists. അതായത് സൗരയൂഥത്തിൽ ജീവൻ നിലനിൽക്കുന്ന ഏക ഗ്രഹമാണ് ഭൂമി. മറ്റുള്ളിടത്ത് ജീവൻ നിലനിൽക്കുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഏലിയൻസിനെ കുറിച്ചൊക്കെ പറയാറുണ്ടെങ്കിൽ പോലും അതെത്രമാത്രം ശരിയാണ് എന്നുള്ളത് ഇനിയും ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു കേട്ടോ. അപ്പോൾ ദ എർത്ത് ഹാസ് എ യുണീക്ക് സ്ഫെറിക്കൽ ഷേപ്പ്. അപ്പോൾ ഭൂമിക്ക് എങ്ങനെയുണ്ട്? ഒരു ഗോളാകൃതി ഉണ്ടെന്ന് നമുക്കറിയാം അല്ലേ. ഇറ്റ് ഈസ് എ സ്ഫെറിക്കൽ വിത്ത് ദ പോൾസ് സ്ലൈറ്റ്ലി ഫ്ലാറ്റൻഡ് ആൻഡ് ദ ഇക്വേറ്റർ സ്ലൈറ്റ്ലി ബൾജ്ഡ്. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ ഭൂമിയുടെ ആകൃതി എന്താണ്? ഗോളാകൃതി എന്നാണ് നമ്മൾ പറയാറ്. ശരിക്കും ഗോളാകൃതി എന്ന് പറഞ്ഞാൽ അതൊരു കംപ്ലീറ്റ് ആവുമോ? എൻ്റെ ഉത്തരം നോക്കിക്കേ. ഇറ്റ് ഈസ് സ്ഫെറിക്കൽ, ഗോളാകൃതിയാണ്. പക്ഷേ വിത്ത് ദ പോൾ സ്ലൈറ്റ്ലി ഫ്ലാറ്റൻഡ്. എന്താ പോൾസ് എന്ന് പറഞ്ഞാൽ നോർത്ത് പോളുണ്ട്, സൗത്ത് പോളുണ്ട്, നമ്മൾ പഠിച്ചതാണ്. ധ്രുവങ്ങൾ അല്പം പരന്നതും അത് ഫ്ലാറ്റായതും. ദെൻ ആൻഡ് ദ ഇക്വേറ്റർ സ്ലൈറ്റ്ലി ബൾജ്ഡ്. അതായത് ഭൂമധ്യരേഖ ഭാഗം എന്ന് പറയുന്ന നടുഭാഗം എന്ന് പറയുന്നത് ചെറുതായി വീർത്തതുമാണ്. അതായത് നമ്മൾ പന്തിൻ്റെയൊക്കെ അങ്ങറ്റം ഇങ്ങറ്റം വീർത്തല്ലേ ഇരിക്കുന്നത്, അത് ഓർത്താൽ മതി. വീർത്തതുമായിട്ടുള്ള ഗോളാകൃതിയാണ് എന്തിനുള്ളത്? നമ്മുടെ എർത്തിനുള്ളത്. അപ്പോൾ എന്താണ് എർത്തിൻ്റെ പ്രത്യേകത? എർത്ത് എന്ന് പറയുന്നത് സ്ഫെറിക്കൽ ഷേപ്പൊക്കെ തന്നെ, പക്ഷേ അതിൻ്റെ പോൾ സ്ലൈറ്റ്ലി ഫ്ലാറ്റൻഡ് ആണ്, ധ്രുവങ്ങൾ അല്പം പരന്നതാണ്. ദെൻ ആൻഡ് ദ ഇക്വേറ്റർ സ്ലൈറ്റ്ലി ബൾജ്ഡ്. അതിൻ്റെ നടുഭാഗം എങ്ങനെയാണ്? വീർത്തതുമാണ്. അങ്ങനെയുള്ള രൂപമാണ് എന്തിനുള്ളത്? നമ്മുടെ എർത്തിനുള്ളത്. ഇങ്ങനെ മുകൾ ഭാഗവും താഴ്ഭാഗവും നോർത്ത് പോളും സൗത്ത് പോളും ഫ്ലാറ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഇക്വേറ്റർ ബൾജ്ഡ് ആയിട്ടുള്ള ഈ ഒരു ഷേപ്പിനെ നമ്മൾ എന്ത് വിളിക്കും? ജിയോയിഡ് എന്ന് വിളിക്കും. എന്താണ്? ജിയോയിഡ്. അപ്പോൾ ജിയോയിഡ് എന്ന് വെച്ചാൽ എന്ത് പറയും? ഇറ്റ് ഈസ് എ സ്ഫെറിക്കൽ ദ പോൾ സ്ലൈറ്റ്ലി ഫ്ലാറ്റൻഡ് ആൻഡ് ദ ഇക്വേറ്റർ സ്ലൈറ്റ്ലി ബൾജ്ഡിനെയാണ് എന്ത് വിളിക്കുന്നത്? ജിയോയിഡ് എന്ന് വിളിക്കുന്നത്. ദ ടേം ജിയോയിഡ് മീൻസ് ദ ഷേപ്പ് ഓഫ് ദി എർത്ത്. ശരിക്കും ജിയോയിഡ് എന്ന പദത്തിന് അർത്ഥം എന്താണ്? ഭൂമിയുടെ ആകൃതി എന്നാണ്. ഇനി നോക്കുക. ദ ഇന്ത്യൻ സയൻറ്റിസ്റ്റ് ആര്യഭട്ട believed that the earth was spherical and rotated on its imaginary axis. അതായത് നമ്മുടെ ഭാരതീയ ശാസ്ത്രജ്ഞനായ ആര്യഭടൻ പറഞ്ഞത് ഭൂമിക്ക് ഗോളാകൃതിയാണ്, അതൊരു സാങ്കല്പിക അച്ചുതണ്ടിൽ ഇങ്ങനെ സ്വയം കറങ്ങുന്നു എന്നൊക്കെ അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഗ്രീക്ക് ഫിലോസഫേഴ്സ് സച്ച് ആസ് തേൽസ്, പൈഥഗോറസ് ആൻഡ് അരിസ്റ്റോട്ടിൽ ഓൾസോ ബിലീവ്ഡ് ദാറ്റ് ദ എർത്ത് വാസ് സ്ഫെറിക്കൽ. അപ്പോൾ ഗ്രീക്ക് തത്വചിന്തകന്മാരായിട്ടുള്ള തേൽസ്, പൈതഗോറസ്, അരിസ്റ്റോട്ടിൽ എന്നിവരും ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് തന്നെയാണ് വിശ്വസിച്ചിരുന്നത്. ലേറ്റർ ദ നാവിഗേറ്റർ മെഗല്ലൻസ് സർക്കും ഓഫ് ദി വേൾഡ് പ്രൂവ്ഡ് ദാറ്റ് ദ എർത്ത് ഈസ് റൗണ്ട്. അല്ലേ, പിൽക്കാലത്ത് മഗലൻ എന്ന നാവികൻ്റെ ലോകം ചുറ്റിയുള്ള കപ്പൽ യാത്രയാണ് ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ചത്. അപ്പോൾ അദ്ദേഹം എന്താണ് ചെയ്തത്? എവിടെ നിന്നാണോ പുറപ്പെട്ടത് അവിടെ തന്നെ അദ്ദേഹം തിരിച്ചെത്തി. അപ്പോൾ ഭൂമി ഉരുണ്ടതായതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തോ അവിടെ തന്നെ തിരിച്ചെത്തിയത്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി എന്താണ്? ഭൂമിക്ക് സ്ഫെറിക്കൽ ഷേപ്പാണെന്ന് മനസ്സിലായി. അതുകൂടാതെ നമ്മുടെ ആര്യഭടൻ, അതുപോലെ തന്നെ ഗ്രീക്ക് തത്വചിന്തകരായിട്ടുള്ള തേൽസ്, പൈഥഗോറസ്, അരിസ്റ്റോട്ടിലൊക്കെ ഭൂമിക്ക് സ്ഫെറിക്കൽ ഷേപ്പാന്ന് തന്നെയാണ് വിശ്വസിച്ചിരുന്നത്. അപ്പോൾ ഭൂമിയുടെ ഷേപ്പ് എന്താണെന്ന് വെച്ചാൽ എന്ത് പറയും?
ജിയോയിഡ് എന്ന് പറയണം. അപ്പോൾ ജിയോയിഡ് എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് പറയും? പോൾ സ്ലൈറ്റ്ലി ഫ്ലാറ്റൻഡും ആൻഡ് ഇക്വേറ്റർ സ്ലൈറ്റ്ലി ബൾജിഡുമായിട്ടുള്ള ഷേപ്പിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ജിയോയിഡ് എന്ന് വിളിക്കുന്നത്. ജിയോയിഡിൻ്റെ അർത്ഥം എന്താണ്? ജിയോയിഡ് എന്ന് വെച്ചാൽ ഷേപ്പ് ഓഫ് ദി എർത്ത്. നെക്സ്റ്റ് പേജ് നമ്പർ 167 നോക്കുക. ഒബ്സർവ് ദ ഇമേജസ് ഓഫ് ദി എർത്ത് ക്യാപ്ചേർഡ് ഫ്രം സ്പേസ്. Is in the earth seen as a blue sphere in this picture? Why is it so? Which is the most common color on the globe, the model of the earth? നോക്കിക്കേ, ബഹിരാകാശത്ത് നിന്ന് എടുത്ത ഭൂമിയുടെ ചിത്രങ്ങൾ നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ചിത്രങ്ങളിലൊക്കെ ഭൂമി എന്ത് നിറത്തിലാണ് കാണപ്പെടുന്നത്? ഒരു നീലഗോളമായിട്ടാണ് കാണപ്പെടുന്നത്. എന്തായിരിക്കും അങ്ങനെ കാണാനുള്ള കാരണം? ഭൂമിയുടെ മാതൃകയാണ് ഗ്ലോബ് എന്ന് നമുക്കറിയാം അല്ലേ? മോഡൽ ഓഫ് ദി എർത്താണ് ഗ്ലോബ്. എന്നാൽ ഇതിൽ ഏത് നിറമാണ് കൂടുതൽ കാണപ്പെടുന്നത്? ആ നിറം തന്നെയാണോ യഥാർത്ഥ എർത്തിന് നമ്മൾ കാണുന്നത്? കാരണം എന്താണ് നോക്കാം. ദ എർത്ത് ലുക്സ് ലൈക്ക് എ ബ്ലൂ സ്ഫിയർ ഫ്രം സ്പേസ് ബിക്കോസ് അബൌട്ട് 71 ഓഫ് ദി എർത്ത്സ് സർഫേസ് ഈസ് വാട്ടർ. എന്താണ്? ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ ഏകദേശം 71% ജലമാണ്. അപ്പോൾ 71% ജലമായതിനാലാണ് നമ്മൾ ഈ ബഹിരാകാശത്ത് നോക്കുമ്പോൾ ഭൂമി ഒരു നീലഗോളമായി കാണപ്പെടുന്നത്. ഇനി നമ്മളോട് ആരെയും ചോദിക്കണം, അയ്യോ ഭൂമി എന്തായിരിക്കും ബ്ലൂ നിറത്തിൽ കാണപ്പെടുന്നത്? നമ്മളെന്ത് പറയും? ഭൂമിയുടെ എർത്തിൻ്റെ 71% എന്താണ് മക്കളെ? ജലമാണ്. അതുകൊണ്ടാണ് ബഹിരാകാശത്ത് നോക്കുമ്പോൾ നമുക്ക് ഭൂമി ഒരു നീലഗോളമായി കാണപ്പെടുന്നത്. അടുത്തത് നോക്കാം. അനദർ ഫീച്ചർ ദാറ്റ് ഡിസ്റ്റിങ്വിഷസ് ദ എർത്ത് ഫ്രം അതർ പ്ലാനറ്റ് ഈസ് ഇറ്റ്സ് അറ്റ്മോസ്ഫിയർ. ഇനി ഈ ഭൂമിയെ മറ്റു പ്ലാനറ്റിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന മറ്റൊരു സവിശേഷത കൂടിയുണ്ട്. ഒന്നാമത്തെ സവിശേഷത 71% വാട്ടറാണ്, മനസ്സിലായി. രണ്ടാമത്തത് ഭൂമിയുടെ അന്തരീക്ഷമാണ്. ഇതിൻ്റെ അറ്റ്മോസ്ഫിയർ തന്നെയാണ് മറ്റു പ്ലാനറ്റിൽ നിന്ന് ഈ ഭൂമിയെ വ്യത്യസ്തമാക്കുന്നത്. എന്താണ് അറ്റ്മോസ്ഫിയറിൻ്റെ പ്രത്യേകത എന്ന് നോക്കൂ. ദ അറ്റ്മോസ്ഫിയർ ഈസ് ദ ബ്ലാങ്കറ്റ് ഓഫ് എയർ കവറിങ് ദ എർത്ത്. നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തെ ആവരണം ചെയ്തിരിക്കുന്ന, അതായത് ഈ ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുവിൻ്റെ പുതപ്പാണ് അന്തരീക്ഷം. അപ്പം അന്തരീക്ഷം എന്ന് പറയുന്നത് എന്താണ്? വായുവിൻ്റെ പുതപ്പാണ് കേട്ടോ. ആ ഭൂമിയെ ഇങ്ങനെ ആവരണം ചെയ്തിരിക്കുകയാണ് വായു. ആ വായുവിൻ്റെ പുതപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അറ്റ്മോസ്ഫിയർ അഥവാ അന്തരീക്ഷമെന്ന് പറയുന്നത്. ഇനി ഇറ്റ് കണ്ടെയ്ൻസ്, അതായത് ഈ വായുവിൻ്റെ പുതപ്പ് അല്ലേ, അതിന് എന്തെല്ലാം ഉണ്ടെന്ന് നോക്കി അന്തരീക്ഷത്തിൽ. ഇറ്റ് കണ്ടെയ്ൻസ് ഗ്യാസസ്, ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആൻഡ് വാട്ടർ. എന്തൊക്കെയുണ്ട്? ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുവിൻ്റെ പുതപ്പാണ് അന്തരീക്ഷം എന്ന് പറയുന്നു അല്ലേ. അപ്പോൾ ഇവിടെ വാതകങ്ങളുണ്ട്, പൊടിപടലങ്ങളുണ്ട്, ജലാംശം എന്നിവയെല്ലാം അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കിയേ. ഗ്യാസസ്, dust particles and water. The atmosphere plays a crucial role in sustaining life on the earth by regulating heat and cold. അതായത് നമ്മുടെ ഭൂമിയിൽ ചൂടിനെയും തണുപ്പിനെയൊക്കെ ക്രമീകരിച്ച് ഈ ജീവൻ നിലനിർത്തുന്നതിൽ ആർക്ക് നിർണായകമായ പങ്കുണ്ട്? അന്തരീക്ഷത്തിന് നിർണായകമായ പങ്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് അല്ലേ. മറ്റു ഗ്രഹങ്ങളിൽ നിന്ന് വളരെ വ്യത്യാസവുമാണ്. ഒന്നാമത് 71% നമുക്ക് വാട്ടറാണെന്ന് മനസ്സിലായി. പിന്നെയോ നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടെന്ന് മനസ്സിലായി. അതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുവിൻ്റെ പുതപ്പാണ് അന്തരീക്ഷം എന്ന് പറഞ്ഞു. അവിടെ ഗ്യാസസ് ഉണ്ടെന്ന് പറഞ്ഞു, ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് പറഞ്ഞു, വാട്ടർ അല്ലേ, വാട്ടർ ഉണ്ടെന്നും പറഞ്ഞു. പിന്നെ ഈ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യുന്നു? ജീവൻ നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള ഹീറ്റിനെയും കോൾഡിനെയും ഒക്കെ ഇത് റെഗുലേറ്റ് ചെയ്ത് നിർത്താനും നമ്മൾ എന്ത് സഹായിക്കുന്നു? നമ്മുടെ അന്തരീക്ഷം ഹെൽപ്പ് ചെയ്യുന്നു. മോഷൻ ഓഫ് ദി എർത്ത്. എന്താ മോഷൻ? ചലനങ്ങളല്ലേ, ഭൂമിയുടെ ചലനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. Dad, I have just had dinner. I am just getting ready for bed. അച്ഛാ,
ഞാനിപ്പോൾ അത്താഴം കഴിച്ചതേ ഉള്ളൂ, ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. അതായത് ഒരച്ഛനും അമ്മയും നമ്മൾ വീഡിയോ കോളിൽ കണ്ട് ഇവിടെ ഒരു മകൻ ഇരിപ്പുണ്ട്. അപ്പോൾ മകൻ പറയുകയാണ്, ഞാനിപ്പോൾ അത്താഴം കഴിച്ചതേ ഉള്ളൂ, ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് പറയാണ്. അപ്പോൾ അവിടുന്ന് അച്ഛൻ അമ്മയും ചോദിക്കുകയാണ്, സൺ, ഹോപ്പ് യു ആർ ഫൈൻ, വി ആർ ഗോയിങ് ടു ഹാവ് അവർ ബ്രേക്ക്ഫാസ്റ്റ് ഹിയർ. മോന് സുഖമല്ലേ? ഞങ്ങളിവിടെ പ്രഭാത ഭക്ഷണം കഴിക്കാൻ തുടങ്ങുകയാണ്. ലിസൺ ടു ദിസ് കോൺവെർസേഷൻ. വി സീ ജിനു, who is working in Canada, engaged in a video call with his parents in India. Jinu and his parents live in 2 different places on the earth. ഈ സംഭാഷണം ശ്രദ്ധിച്ചപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. കാനഡയിൽ ജോലി ചെയ്യുന്ന ജിനു ഇന്ത്യയിലുള്ള മാതാപിതാക്കളുമായി വീഡിയോ കോളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ജിനു താമസിക്കുന്നതും മാതാപിതാക്കൾ താമസിക്കുന്നതും ഭൂമിയിലെ 2 സ്ഥലങ്ങളിലാണ്. ഒബ്സർവ് ദ ഗ്ലോബ് ആൻഡ് ഫൈൻഡ് ദ ലൊക്കേഷൻ ഓഫ് കാനഡ ആൻഡ് ഇന്ത്യ അല്ലേ. ഗ്ലോബ് എടുക്കുക, എന്നിട്ട് നമ്മുടെ ഇന്ത്യയും കാനഡ എവിടെയാണെന്ന് വെച്ചാൽ അതിൻ്റെ സ്ഥാനം കണ്ടെത്താൻ. വൈ വുഡ് ഇറ്റ് ബി ഡേ ടൈം ഇൻ വൺ പ്ലേസ് ആൻഡ് നൈറ്റ് ഇൻ ദി അതർ. അതായത് എന്തുകൊണ്ടാണ് ഈ 2 സ്ഥലങ്ങളും ഒരിടത്ത് പകലും മറ്റൊരിടത്ത് രാത്രിയുമായിരിക്കുന്നത്? അതാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. പേജ് നമ്പർ 168 എടുക്കുക. As the earth is spherical, only 1/2 of the earth receives sunlight at a time. It will be dark on the other half. നോക്കിക്കേ, as the earth is spherical, ഭൂമിക്ക് ഗോളാകൃതി ആയതുകൊണ്ട് തന്നെ only 1/2 of the earth receives sunlight at a time. അതായത് ഭൂമിയുടെ ഒരു പകുതി മാത്രമേ ഒരു സമയത്ത് പ്രകാശം കിട്ടുള്ളൂ, സൂര്യപ്രകാശം കിട്ടുള്ളൂ. ഇറ്റ് വിൽ ബി ഡാർക്ക് ഓൺ ദി അതർ ഹാഫ്. മറ്റേ പകുതിയിൽ ഇരുട്ടായിരിക്കും അനുഭവപ്പെടുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ബോൾ എടുക്കുക അല്ലേ. ആ ബോൾ എടുത്തതിന് ശേഷം നിങ്ങൾ ഇരുട്ടുള്ള സമയത്ത് തന്നെ ആയിക്കോട്ടെ, ബോൾ എടുത്തതിന് ശേഷം ആ ബോളിൻ്റെ ഒരു ഭാഗത്തേക്ക് നിങ്ങൾ ടോർച്ച് അടിക്കുക. ആ ടോർച്ചിൻ്റെ പ്രകാശം വരുന്നത് സൂര്യപ്രകാശമായിട്ട് നിങ്ങൾ കണക്കാക്കുക. അപ്പോൾ ഈ ടോർച്ച് അടിച്ച് തെളിയുന്ന ആ സ്ഥലമുണ്ട്, ആ പ്രകാശം പതിക്കുന്ന ആ ഒരു സൈഡ് എങ്ങനെയായിരിക്കും? പ്രകാശപൂരിതമായിരിക്കും. മറ്റേ സൈഡ് എങ്ങനെയായിരിക്കും? ഇരുട്ടായിരിക്കും. അപ്പോൾ പ്രകാശം അടിക്കുന്ന സമയത്ത് പകലും ആ പ്രകാശം ലഭിക്കാത്ത സ്ഥലം എന്തായിരിക്കും? ഇരുട്ടുമായിരിക്കും. പതുക്കെ നമ്മൾ ആ ബോള് കറക്കുകയാണെങ്കിൽ, അതായത് സ്വയം റൊട്ടേറ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ സണ്ണിനെ നമ്മൾ റെവല്യൂഷനും ചെയ്യുന്നുണ്ട്. നമ്മൾ റൊട്ടേഷൻ റെവല്യൂഷനും പഠിച്ചതാണ്. അപ്പോൾ ബോള് പതുക്കെ കറക്കുകയാണെങ്കിൽ നമുക്ക് സൈഡ് മാറി വരും. ആ ഇരുട്ടായിരുന്ന ആ പ്രദേശത്ത് പിന്നീട് എന്താണ്? ഇരുട്ടായിരുന്ന പ്രദേശം പകലുമായിരിക്കും, പകലായിരുന്ന പ്രദേശം ഇരുട്ടുമായിരിക്കും. അപ്പോൾ എന്താ കാരണം? ഈ ഭൂമി ഇങ്ങനെ സ്വയം കറങ്ങുന്നത് കൊണ്ടാണ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാം. ദ പാർട്ട് ഓഫ് ദി എർത്ത് ദാറ്റ് ഫേസസ് ദ സൺ റിസീവ് സൺലൈറ്റ് ആൻഡ് സോ ഇറ്റ് എക്സ്പീരിയൻസസ് ഡേ ടൈം ദെയർ. നമുക്കറിയാം, സൂര്യന് അഭിമുഖമായി വരുന്ന ഭൂമിയുടെ ഭാഗമാണ് എന്ത്? സൂര്യപ്രകാശം ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ പകലായിരിക്കും. അതായത് ഭൂമി ഇങ്ങനെ ഭ്രമണം ചെയ്യുകയാണല്ലോ, ഭ്രമണം ചെയ്ത് വരുമ്പോൾ സൂര്യന് നേരെ വരുന്ന ഭാഗത്ത് എന്തായിരിക്കും? പകൽ. അപ്പോൾ അപ്പുറവശത്ത് ഇരുട്ടല്ലേ, അപ്പോൾ അവിടെ എന്തായിരിക്കും? അവിടെ രാത്രിയായിരിക്കും അല്ലേ. അങ്ങനെയെങ്കിൽ ഇറ്റ് വിൽ ബി നൈറ്റ് ഓൺ ദി അതർ സൈഡ് ബിക്കോസ് നോ സൺലൈറ്റ് റീച്ചസ് ദെയർ. അങ്ങനെയെങ്കിൽ മറുഭാഗത്ത് സൂര്യപ്രകാശം എത്തൂല. അപ്പം അങ്ങനെയാണെങ്കിൽ അവിടെ രാത്രിയായിരിക്കും. ദസ് നൈറ്റ് ആൻഡ് ഡേ alternate on the earth because of the rotation of the earth. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇത്തരത്തിൽ ഭൂമിയിൽ രാത്രിയും പകലും മാറി മാറി അനുഭവപ്പെടുന്നതിൻ്റെ കാരണം എന്താണ്? നമ്മൾ രാത്രി സുഖമായിട്ട് മൂടിപ്പൊതിച്ച് കിടന്നുറങ്ങുന്നു, രാവിലെ എഴുന്നേൽക്കുന്നു, സ്കൂളിൽ പോകുന്നു, തിരിച്ചു വരുന്നു, കളിക്കുന്നു, ഉറങ്ങുന്നു. ഇപ്പോൾ രാത്രി ഉണ്ടാകുന്നുണ്ട്, പകലുണ്ടാകുന്നുണ്ട്. കാരണം എന്താണ്? എർത്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ഭൂമിയുടെ ഭ്രമണം മൂലമാണ് രാത്രിയും പകലും ഉണ്ടാവുന്നത്. പിന്നെ rotation is the spinning of the earth on its imaginary axis. ഭൂമി അതിൻ്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഭ്രമണം എന്നും വിളിക്കുന്നത്. അതായത് എന്താണ് റൊട്ടേഷൻ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? റൊട്ടേഷൻ ഈസ് ദ സ്പിന്നിങ് ഓഫ് ദി എർത്ത്.
അതായത് ഭൂമി ഇങ്ങനെ കറങ്ങുകയാണ്. എങ്ങനെ കറങ്ങുകയാണ്? വെറുതെ കറങ്ങുവാണോ? നോ. ഓൺ ഇറ്റ്സ് ഇമാജിനറി ആക്സിസ്, അതായത് സാങ്കല്പികമായ അച്ചുതണ്ടിൽ അത് സ്വയം കറങ്ങുകയാണെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. ആ സ്വയം കറങ്ങുന്നതിന് നമ്മൾ എന്ത് വിളിക്കുന്നു? ഭ്രമണം അഥവാ റൊട്ടേഷൻ എന്ന് വിളിക്കുന്നത്. ഭൂമിയുടെ ഭ്രമണം അഥവാ എർത്തിൻ്റെ റൊട്ടേഷൻ്റെ ഒരു പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. സൂര്യപ്രകാശം ഏൽക്കുന്ന സ്ഥലത്ത് ഡേ, കണ്ടോ? സൂര്യപ്രകാശം ഏൽക്കാത്ത മറു സൈഡ് നൈറ്റാണ് അല്ലേ? അതിലാ കണ്ടോ അതിൻ്റെ അച്ചുതണ്ട്, സാങ്കല്പിക അച്ചുതണ്ട് കണ്ടല്ലോ, ഒരു നേർരേഖാലയം കണ്ടല്ലോ, സാങ്കല്പിക അച്ചുതണ്ട് അഥവാ ആക്സിസ് ആണത്. അപ്പോൾ എർത്ത് റൊട്ടേഷൻ്റെ പിക്ചർ നിങ്ങളൊന്ന് വരയ്ക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് എർത്ത് റൊട്ടേഷൻ്റെ പിക്ചർ ചോദിച്ചാലോ? നമുക്ക് വരയ്ക്കണ്ടേ? അപ്പോൾ അതൊന്ന് നോക്കുക. ദ എർത്ത് റൊട്ടേറ്റ്സ് ഫ്രം ദ വെസ്റ്റ് ടു ദി ഈസ്റ്റ്. അപ്പം നമ്മൾ റൊട്ടേഷനെ പറ്റി പഠിച്ചു. എന്താണെന്നാണ് പറഞ്ഞത്? സ്പിന്നിങ് ഓഫ് ദി എർത്ത് ഓൺ ഇറ്റ്സ് ഇമാജിനറി ആക്സിസിൽ ഇങ്ങനെ കറങ്ങുവാന്ന് പഠിച്ചു. അപ്പം നമുക്കൊരു സംശയം, വെറുതെ കറങ്ങുവാണോ? എവിടെ നിന്ന് എങ്ങോട്ടാണ് കറങ്ങുന്നത്? മുകളിൽ നിന്ന് താഴേക്കാണോ? താഴെ നിന്ന് മുകളിലേക്കാണോ? സൈഡിലേക്കാണോ? അതൊക്കെ നമുക്ക് സംശയം ഉണ്ടാവും. എങ്ങോട്ടാണ് കറങ്ങുന്നത്? ദ എർത്ത് റൊട്ടേറ്റ്സ് ഫ്രം ദ വെസ്റ്റ് ടു ദി ഈസ്റ്റ്, അതായത് ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. എങ്ങോട്ടാണ്? വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്കാണ് എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വൈ വി ഫീൽ ദാറ്റ് ദ സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ് ആൻഡ് സെറ്റ്സ് ഇൻ ദി വെസ്റ്റ്. അതുകൊണ്ടാണ് സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് എന്താണ്? എന്തുകൊണ്ടാണ് സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായി തോന്നാൻ കാരണം ഭൂമി ഭ്രമണം ചെയ്യുന്നത് വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്കാണെന്ന് മാത്രം ഓർക്കുക. ദ എർത്ത് ടേക്സ് 23 hours 56 minutes 4 seconds to complete one rotation. This is calculated as a day. അപ്പോൾ വെറുതെ നിന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇത് കറങ്ങുവാണോ? അതേ ചറവറ കറങ്ങുവാണോ? അതൊക്കെ നമുക്ക് സംശയമാണ് അല്ലേ? നോക്കിക്കേ, ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ ഒരു തവണ എർത്ത് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് 23 hours 23 മണിക്കൂറും 56 മിനിറ്റും 4 സെക്കൻഡും ആവശ്യമാണ്. എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എന്താണ്? ഒരു ദിവസം ആവശ്യമാണ് അല്ലേ? 1 day 24 hours ആവശ്യമാണെന്ന് മനസ്സിലായി. As it rotates, the earth moves around the sun on a fixed orbit. ഭ്രമണം ചെയ്യുന്നതോടൊപ്പം ഭൂമി നിശ്ചിത സഞ്ചാര പഥത്തിലൂടെ സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നുമുണ്ട്. മനസ്സിലായി? അപ്പോൾ 2 കാര്യങ്ങൾ പാവം ഭൂമി ചെയ്യുന്നുണ്ട്. ഒന്നാമത്തത്, എർത്ത് സ്വയം റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. അതിനോടൊപ്പം തന്നെ ആരെയും ചുറ്റുന്നുണ്ട്? സണ്ണിനെയും ചുറ്റുന്നുണ്ട്. അതാണ് പറയുന്നത്, ഭൂമി ഭ്രമണം ചെയ്യുന്നതോടൊപ്പം തന്നെ സൂര്യനെയും ചുറ്റുന്നുണ്ട്. അതിൻ്റെ ആ നിശ്ചിത സഞ്ചാര പഥത്തിലൂടെ തന്നെയാണ് സണ്ണിനെയും ചുറ്റുന്നത്. ഇങ്ങനെ സ്വയം റൊട്ടേറ്റ് ചെയ്യുകയും സൂര്യനെ ചുറ്റുകയും പ്രദക്ഷിണം ചെയ്യുകയും ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തിയെ നമ്മൾ എന്ത് വിളിക്കും? റെവല്യൂഷൻ എന്ന് വിളിക്കും. എന്താണത്? പരിക്രമണം. ഇറ്റ് ടേക്സ് 365, അതായത് ഏകദേശം 365 ഡേയ്സ് ഫോർ ദി എർത്ത് ടു ഗോ അറൗണ്ട് ദി സൺ വൺസ്. ഒരു തവണ സൂര്യനെ ചുറ്റി സഞ്ചരിക്കാൻ ഭൂമിക്ക് 365 ദിവസം ആവശ്യമാണ്. പിന്നെയോ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് 1 year. അതിനാണ് നമ്മൾ ഒരു വർഷം അല്ലേ? 365 ദിവസം ഉണ്ട്. 365 ദിവസം പണിക്കുവാണല്ലോ അല്ലേ? അപ്പം 365 ദിവസം ആവശ്യമാണ്. എന്തിന്? ഒരു പ്രാവശ്യം ഈ ഭൂമിക്ക് സൂര്യനെ ചുറ്റിക്കറങ്ങി വരാൻ. ഈ 365 ദിവസത്തെ നമ്മൾ 1 year ആയിട്ട് കണക്കാക്കുന്നു. സീസൺസ് ആർ എക്സ്പീരിയൻസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് ദി റെവല്യൂഷൻ ഓഫ് ദി എർത്ത്. അതുകൂടി ഒന്ന് ശ്രദ്ധിച്ചോ. ഭൂമി ഇങ്ങനെ പരിക്രമണം ചെയ്യുന്നതിൻ്റെ ഫലമായി, സൂര്യനെ ചുറ്റുന്നതിൻ്റെ ഫലമായിട്ടാണ് ഋതുക്കൾ അഥവാ സീസൺ ഉണ്ടാവുന്നത്. മുന്നേ നമ്മൾ റൊട്ടേഷൻ പഠിച്ചപ്പോൾ എന്തോ കാര്യം ഉണ്ടാവുമെന്ന് പറഞ്ഞു. എന്താണ്? ഡേ ആൻഡ് നൈറ്റ് ഉണ്ടാവുന്നത് റൊട്ടേഷൻ കാരണമാണ്. എന്നാൽ സീസൺ ഉണ്ടാകുന്ന കാര്യം റെവല്യൂഷൻ ഓഫ് ദി എർത്ത്. സൂര്യന് ചുറ്റും ഭൂമി സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്നതുകൊണ്ടാണ്. ഇത് രണ്ടും ഓർക്കുക.
ഓക്കെ, ഇന്ന് ഇത്രയും പഠിച്ചാൽ മതി. ഞാൻ നാളെയോ നാളെ കഴിഞ്ഞോ അതിനുള്ളിൽ ഈ ചാപ്റ്ററിൻ്റെ ബാലൻസ് ഇടും. ഓക്കെ, താങ്ക് യു. ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.